നമസ്കാരം. ജനപക്ഷം ഇന്നെത്തി നിൽക്കുന്നത് കൊച്ചി കോർപ്പറേഷനിലാണ്. കേരളത്തിന്റെ മുഖച്ഛായ തന്നെ മാറാൻ പോകുന്ന നിരവധി വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നത് കൊച്ചി കോർപ്പറേഷൻ കേന്ദ്രീകരിച്ചാണ്. മെട്രോ, അതുപോലെ തന്നെ സ്മാർട്ട് സിറ്റി അടക്കമുള്ള കേരളത്തിന്റെ ഏറ്റവും വലിയ വികസന പദ്ധതികൾ നടക്കുന്ന കൊച്ചി കോർപ്പറേഷൻ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് UDF ആണ്. അതുകൊണ്ട് തന്നെ ഈ ഭരണം, കൊച്ചി കോർപ്പറേഷന്റെ ഭരണം പിടിക്കാൻ വേണ്ടി മൂന്ന് പാർട്ടിക്കാരും, ഇടതുമുന്നണിയും വലതുമുന്നണിയും അതുപോലെ തന്നെ BJPയും ഇരു കൈയും മെയ്യും മറന്ന് ഉള്ള പ്രചരണ പ്രവർത്തനങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. പാർട്ടികളുടെ പ്രതീക്ഷകളും മറ്റും പങ്കുവെക്കാൻ വേണ്ടി വിവിധ പാർട്ടികളുടെ നേതാക്കന്മാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. CPM-ന് വേണ്ടി, ഇടതുപക്ഷത്തിന് വേണ്ടി ഇന്നത്തെ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് CPM-ന്റെ മുതിർന്ന നേതാവായ MM ലോറൻസ്, അതുപോലെ തന്നെ കോൺഗ്രസിന് വേണ്ടി, വലതുമുന്നണിക്ക് വേണ്ടി ഇന്നത്തെ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് യുവ MLA ആയ ഹൈബി ഈഡൻ, അതുപോലെ തന്നെ BJPക്ക് വേണ്ടി നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് BJPയുടെ മുതിർന്ന നേതാവായ N രാധാകൃഷ്ണൻ എന്നിവരാണ്. ഹൈബി ഈഡൻ, കേരളത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റാൻ കഴിയുന്ന വികസന പ്രവർത്തനം നടക്കുന്ന കൊച്ചി കോർപ്പറേഷന്റെ ഭരണം നിലനിർത്താൻ വേണ്ടി ജനങ്ങൾക്ക് മുന്നിൽ നിങ്ങൾ വെക്കുന്ന വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണ്? ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യും? ജനങ്ങൾ നിങ്ങൾക്ക് എന്തിനു വേണ്ടി വോട്ട് ചെയ്യണം? കഴിഞ്ഞ 5 വർഷക്കാലം UDF നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതി 32 വർഷത്തെ LDFന്റെ ജനവിരുദ്ധ ഭരണത്തിനെതിരെയുള്ള ഒരു വികാരം പ്രകടിപ്പിച്ചാണ് അധികാരത്തിൽ വന്നത്. ആ 5 വർഷക്കാലം അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ കാര്യത്തിൽ, പ്രത്യേകിച്ച് കൊച്ചി നഗരത്തിൻ്റെ റോഡുകളുടെ വികസനം തന്നെ പരിശോധിച്ചാൽ അറിയാം, ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത തരത്തിൽ കേരള ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടി, അവരുടെ സാമ്പത്തിക സഹായവും മെട്രോയുടെ സാങ്കേതിക മികവും കൂടി ചേർത്ത് പ്രധാനപ്പെട്ട റോഡുകളെല്ലാം തന്നെ BMNBC നിലവാരത്തിൽ ടാർ ചെയ്യാൻ സാധിച്ചു. കുടിവെള്ളം എന്ന് പറയുന്ന ഏറ്റവും അടിസ്ഥാനപരമായ ഒരാവശ്യം, അത് പാഴൂർ കുടിവെള്ള പദ്ധതി, JNNURM പദ്ധതിയുടെ ഭാഗമായി 200 കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായവും കൂടി ലഭ്യമാക്കിക്കൊണ്ട് അത് നടപ്പാക്കുന്ന പദ്ധതികൾ അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. കുറേയേറെ സ്ഥലങ്ങളിൽ കുടിവെള്ളം ലഭ്യമായി. അതിൻ്റെ പ്രയോജനം നഗരത്തിലും സ്വാഭാവികമായി, പശ്ചിമ കൊച്ചിയിലും നഗരത്തിലും സ്വാഭാവികമായി ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെല്ലാം അടിസ്ഥാന സൗകര്യ വികസനവും ഒരു മോഡേൺ നഗരം, മെട്രോ വരുമ്പോൾ ബാക്കി ഗതാഗത സൗകര്യങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ടിയും ഒരു നഗരത്തിന് വേണ്ടുന്ന ആധുനിക സൗകര്യങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുമുള്ള ഒരു പരിശ്രമമാണ് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത്. അത് ജനങ്ങൾ അംഗീകരിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസവും ഞങ്ങൾക്കുണ്ട്. ശ്രീ MM ലോറൻസ്, കഴിഞ്ഞ കുറേ കാലങ്ങളായി നിങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്ന ഈ കോർപ്പറേഷൻ കഴിഞ്ഞ തവണ UDF പിടിച്ചെടുക്കുകയായിരുന്നു. ഇത്തവണ UDF-ൽ നിന്ന് ഭരണം പിടിച്ചെടുക്കാനുള്ള എല്ലാ ആസൂത്രണങ്ങളും പ്രചരണ പരിപാടികളും ഇതിനോടകം തന്നെ നിങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞതായി പറയുന്നുമുണ്ട്. എന്തൊക്കെയാണ് ജനങ്ങൾക്ക് മുന്നിൽ നിങ്ങൾ വെക്കുന്ന രാഷ്ട്രീയം? എന്തൊക്കെ പരിപാടികൾ കൊച്ചി കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് നടത്താൻ നിങ്ങൾ ആലോചിക്കുന്നു? എന്തൊക്കെ വികസന പരിപാടികൾ നിങ്ങൾ ആസൂത്രണം ചെയ്യുന്നു? കൊച്ചി നഗരം ഇന്ത്യയിൽ തന്നെ അതിവേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു നഗരമാണ്. ലോകത്തിന് അതിനെ ശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു നഗരമായി അതിവേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ നഗരത്തിന് ആവശ്യമായ കാര്യങ്ങൾ നിർവഹിക്കുന്നതിൽ അങ്ങേയറ്റം പരാജയപ്പെട്ട ഒന്നായിരുന്നു ഈ ദിവസം വരെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന UDF-ൻ്റെ കൊച്ചി നഗരത്തിലെ ഭരണം. ഇപ്പോൾ പശ്ചിമ കൊച്ചിയിലെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം ദുരിതമാണ് അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്നത്. ഞാൻ ഇന്നലെയും അവിടെ പോയിരുന്നു. അവിടെ ശരിയായിട്ടുള്ള കാണകളില്ല, വൃത്തിഹീനമായിട്ടുള്ള കാണകളും പ്രദേശങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. കുടിവെള്ളത്തിൻ്റെ പ്രശ്നമാണെങ്കിൽ അതിരൂക്ഷമായി തുടരുകയും ചെയ്യുന്നു. പല പദ്ധതികളും വിഭാവനം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ IB തന്നെ പറഞ്ഞപ്പോൾ ഒക്കെ തുടങ്ങി വെച്ചിട്ടുണ്ട്, തുടങ്ങാൻ പോകുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. തുടങ്ങിയ കാര്യങ്ങളല്ല, തുടങ്ങാൻ പോകുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞ നല്ല കാര്യമാണ്, തുടങ്ങാൻ പോകട്ടെ. പക്ഷേ നിങ്ങൾ പണ്ടും പറഞ്ഞത് തന്നെയാണല്ലോ, പണ്ടും പറഞ്ഞിട്ടൊന്നും നടന്നില്ലല്ലോ. ഇപ്പോൾ വീണ്ടും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വൈപ്പിൻകരയുടെ തെക്കേ അറ്റം ഫോർട്ട് കൊച്ചിയുടെ പഴയ ഫോർട്ട് കൊച്ചിയുടെ ഭാഗമാണ്, കൊച്ചി നഗരത്തിൻ്റെ ഭാഗം തന്നെയാണ് ഇപ്പോഴും. അവിടെ നിന്നുള്ള കടുത്ത ബോട്ട് ഈ അടുത്ത കാലത്തിലെ തകർന്ന തരിപ്പണമായത് 11 പേര് മരിച്ചില്ലേ. പഴകി ദ്രവിച്ച 10-35 കൊല്ലം പഴക്കമുള്ള ബോട്ടായിരുന്നു അവിടുത്തെ. അത് പരിശോധിച്ചിട്ട് അതിന് ലൈസൻസ് കൊടുത്തത് ആരാണ്? ലൈസൻസ് കൊടുക്കേണ്ട ഉത്തരവാദിത്വം കൊച്ചിൻ കോർപ്പറേഷനുള്ളതല്ലേ? ചരമമടഞ്ഞവരുടെ വീട് സന്ദർശിക്കാൻ പോലും പാർലമെൻറ്റിനെ പ്രതിനിധാനം ചെയ്യുന്ന മെമ്പർ പോയില്ല. അതിൽ പോയി എപ്പോഴാണ് പോയത്? ഞാൻ ആ സംഭവം നടന്നു ഉടനോടെ എത്തിയാളാണ്. ആ ബോട്ട് തകർന്നു പോയ ബോട്ട് കരക്ക് കയറ്റി തോമസ് മാഷ്, നമ്മുടെ ബഹുമാന്യനായ MP എല്ലാ വീടുകളും പിന്നെ പറഞ്ഞോ? ഇടയ്ക്കേറി പറയണ്ട. സന്ദർശിച്ച കാര്യമൊക്കെ പിന്നെ പറഞ്ഞോ? സന്ദർശിച്ചിരുന്നില്ല. എന്തുകൊണ്ട് ആദ്യമേ ജുഡീഷ്യൽ പ്രഖ്യാപിച്ചിട്ടില്ല? എന്തായിരുന്നു ഗവൺമെൻറ് നഷ്ടം? സത്യസന്ധമായി അന്വേഷിക്കണ്ടേ? അതൊന്നും ചെയ്തില്ലല്ലോ.
എല്ലാം മൂടിവെക്കാൻ വേണ്ടിയല്ലേ ശ്രമിച്ചത്. മൂടിവെക്കാൻ ശ്രമിച്ചതിന് കാരണം കുറ്റബോധമാണ്. നിരവധി ടൂറിസ്റ്റുകൾ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുന്നതുമായ ഒന്നാണ് കൊച്ചി നഗരം. മൂക്ക് പൊത്തിയിട്ട് നടക്കാൻ വയ്യാത്ത അവസ്ഥയിലാണ് അവർ ഇവിടെ സഞ്ചരിക്കുന്നത്. അപ്പം ഞാൻ ചുരുക്കത്തിൽ പറയുന്നത്, ഇവിടെ സഞ്ചാരയോഗ്യമായിട്ടുള്ള റോഡുകളൊക്കെ ഉണ്ടാക്കി. ഇപ്പോൾ മെട്രോ വന്നപ്പോൾ അവർ കുറേ റോഡുകൾ നന്നാക്കി. നാണമില്ലെന്ന് പറയാൻ വേണ്ടിയിട്ട് വേറെ എന്ത് കൊച്ചി കോർപ്പറേഷൻ ചെയ്യുന്നതാണത്? സഖാവ്, നമുക്ക് അതിൽ വിശദമായി തന്നെ നമുക്ക് ആ വിഷയങ്ങളിലേക്ക് വരേണ്ടിയിരിക്കുന്നു. BJP മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം, മോഡിയുടെ വികസനമാണ് എല്ലാ തെരഞ്ഞെടുപ്പിലും നിങ്ങളുടെ എല്ലാ സ്ഥാനാർത്ഥികളും മുന്നോട്ട് വെക്കുന്നത്. ഈ കൊച്ചിയെ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി എന്നതിനപ്പുറം കൊച്ചിക്ക് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? എന്തിനു വേണ്ടി കൊച്ചിയിലെ ജനങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യണം? കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം കൊച്ചി ഒരുപാട് വികസന സാധ്യത പ്രതീക്ഷിക്കുന്ന ഒരു മഹാനഗരമാണ്. നിർഭാഗ്യവശാൽ അത് ചെയ്യേണ്ട ഓരോ ഘട്ടങ്ങളിലും നാം എടുക്കുന്ന നിലപാടുകൾ പൊതുസമൂഹത്തിനെതിരായിട്ടാണ് പലപ്പോഴും. കാഴ്ചപ്പാടിൻ്റെ വലിയൊരു അപകടം അല്ലെങ്കിൽ ഒരു പോരായ്മയുണ്ട്. ഇപ്പോൾ കൊച്ചിൻ കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം കൊച്ചിൻ കോർപ്പറേഷനിൽ വിഷയം വളരെ ഗൗരവമായി ചർച്ച ചെയ്യപ്പെടേണ്ട ചില ഘട്ടങ്ങൾ. ഉദാഹരണമായി കേന്ദ്ര ഗവൺമെൻറ് സ്മാർട്ട് സിറ്റി പ്രഖ്യാപിക്കും. ആ സ്മാർട്ട് സിറ്റി പ്രഖ്യാപിച്ച് അതിൻ്റെ പ്രാഥമികമായി 2 കോടി രൂപ കൊടുത്തു. അതിൻ്റെ പഠന റിപ്പോർട്ടുകളുമായി ബന്ധപ്പെടുത്തി കോർപ്പറേഷനിൽ ചർച്ച ചെയ്യണം, ഗ്രാമസഭകളിൽ ചർച്ച ചെയ്യണം. ആ ഒരു ഘട്ടത്തിലാണ് വളരെ തന്മയത്വത്തോടു കൂടി പരിഹരിക്കപ്പെടേണ്ടതായ വിഷയം. ഇപ്പോൾ ബോട്ടപകടം ഉണ്ടായി, നേരത്തെ ലോറൻസ് ചേട്ടൻ പറഞ്ഞു. ആ ബോട്ടപകടം ഉണ്ടായപ്പോൾ ഉത്തരവാദിത്വ ബോധത്തോടെ മുഖ്യമന്ത്രി ഇടപെടേണ്ടതാണ്. അടിയന്തരമായി ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതാണ്. പരിഹരിക്കപ്പെടേണ്ടതിന് പകരം അത് വച്ചു നീട്ടി അതൊരവസരമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്ത് അങ്ങനെ ഏത് സമയങ്ങളിലാണോ പ്രധാനമായി ഒരു ചർച്ച നടക്കേണ്ടത്, ആ ചർച്ചയുടെ റിപ്പോർട്ടുകൾ കേന്ദ്ര ഗവൺമെൻറ്റും ഭാഗം സമർപ്പിക്കേണ്ടത്, അത് സമർപ്പിക്കാനോ ചർച്ച നടത്തുവാനോ തയ്യാറാകാതെ സ്മാർട്ട് സിറ്റി എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു അസുലഭമായ സന്ദർഭം അത് ഉപയോഗപ്പെടുത്തുന്നതിന് പകരം അനാവശ്യമായ രീതിയിലുള്ള സംസാരവും പ്രശ്നങ്ങളും ഒക്കെ ആക്കി മാറ്റി അതിനെ നീട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുകയുണ്ടായി. അതേസമയം തന്നെ കഴിഞ്ഞ 5 വർഷം ഈ കോർപ്പറേഷനിൽ പ്രതിപക്ഷം ഉണ്ടായിരുന്നില്ല. ഏതാണ്ട് കള്ളനും പോലീസും കളിക്കാൻ നമ്മൾ തമാശക്ക് കളിക്കുമല്ലോ കുട്ടികൾ. ആളുകൾ വിചാരിക്കും കള്ളനാണ് പോലീസാണ്. 2 പേരും ഒരുമിച്ച് ഫോറിൻ യാത്രയായിരുന്നു. ഞാൻ കണക്ക് പരിശോധിച്ചപ്പോൾ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയേക്കാൾ കൂടുതൽ കൊച്ചിൻ കോർപ്പറേഷൻ്റെ മേയർ ഫോറിനിൽ പോയിട്ടുണ്ട്, 21 പ്രാവശ്യം. ഏതാണ്ട് ഡേറ്റ് കണക്കുമ്പോൾ 320 ദിവസം 5 കൊല്ലത്തിനുള്ളിൽ വിദേശ പര്യടനം നടത്തി. എന്തിനു വേണ്ടിയാണ്? ഒരു മഹാനഗരത്തിൻ്റെ വളർച്ചയെ ഉപയോഗപ്പെടുത്താനുള്ള സംവിധാനമില്ല. റോഡിൻ്റെ ഗതാഗതം, ഡ്രൈനേജ് സിസ്റ്റം, ക്ലീനിങ് സംവിധാനങ്ങൾ, കൊതുക് നിവാരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ശാസ്ത്രീയമായ സംവിധാനത്തിൽ ഏർപ്പെടേണ്ടതായിട്ടുണ്ട്. അതുതന്നെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രധാനമായിട്ട് ഉയർത്തിയത്. ANR ചൂണ്ടിക്കാട്ടിയ വിദേശയാത്ര വിവാദവുമായി ബന്ധപ്പെട്ട കാര്യം, നിങ്ങൾ അത് പുറത്തു വരാതിരിക്കാണ്ട് പ്രതിപക്ഷത്തെ കൂടി കൊണ്ടുപോയി എന്ന വലിയ ഗുരുതരമായ ആരോപണം നിങ്ങൾക്കെതിരെയുണ്ട്. അതിൽ 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. ഒന്ന്, ഈ നഗരത്തിൻ്റെ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് കേരള സംസ്ഥാന ഗവൺമെൻറ്റാണ് ചരിത്രത്തിൽ ആദ്യമായി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ, BMNBC റോഡ് ചെയ്യാനുള്ള സാമ്പത്തിക സഹായം കൊടുത്തത് കേരള സംസ്ഥാന ഗവൺമെൻറ്റാണ്. 400 കോടി രൂപയാണ് ഡിവിഷൻ ഫണ്ടായി 75 ലക്ഷം രൂപ പ്രതിവർഷം ഓരോ കൗൺസിലർക്കും കൊടുക്കുന്ന വികസന ഫണ്ട്. അത് ഡ്രെയിനേജ് ആകാം, റോഡാകാം, അത് അതവത് ഡിവിഷനുകളുടെ ആവശ്യാനുസരണം ചെലവഴിക്കാൻ വേണ്ടി കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതൊന്നും നമുക്ക് ചെറുതായി കാണാൻ കഴിയുന്ന ഒന്നല്ല. വിദേശ യാത്രയെക്കുറിച്ച് പറഞ്ഞത്, നമ്മുടെ ഗവൺമെൻറ്റിൻ്റെയോ കോർപ്പറേഷൻ്റെയോ ഒരു നയാ പൈസ പൊതുഖജനാവിൽ നിന്ന് എടുക്കാതെയാണ് ഈ വിദേശ യാത്രകൾ എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യങ്ങളുടെ മേയർമാർ നൽകുന്ന ഇൻവിറ്റേഷൻ, ആ ഇൻവിറ്റേഷനിൽ ട്വിൻ സിറ്റികളുടെ പ്രോഗ്രാമുണ്ട്, പലവിധ പ്രോഗ്രാമുകൾ പഠിക്കാനും മനസ്സിലാക്കാനും. അത് പ്രതിപക്ഷം എന്തിനാ പോകുന്നത്? പ്രതിപക്ഷത്തിന് പോകാതിരിക്കാൻ പ്രതിപക്ഷത്തിന് തട്ടിക്കൊണ്ടുപോകല്ലോ മേയർ. പ്രതിപക്ഷത്തിന്റെ ഒരാളുടെ സമ്മതമില്ലാതെ വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിൽ കൃത്യമായ ബോധ്യമുണ്ടായി അത് വേണം എന്നുള്ള ഉറച്ച വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ പോയിരിക്കുന്നത്. അതുപോലെ 1 രൂപ പൊതുഖജനാവിൽ നിന്ന് ഇതിനു വേണ്ടി മുടക്കിയിട്ടില്ല, അതും മനസ്സിലാക്കേണ്ടത്. ഞാൻ ലോറൻസ് ചേട്ടനോടാണ് ചോദിക്കുന്നത്. ലോറൻസ് ചേട്ടൻ ഇത്ര നേരം സംസാരിച്ചപ്പോൾ ഒരു ബോട്ട് അപകടം മാത്രമാണ് പറയാനുണ്ടായത്. 5 വർഷം ഇവിടെ UDF കോർപ്പറേഷൻ ഭരിച്ചപ്പോൾ ഒരു ബോട്ട് അപകടം മാത്രം പെരുപ്പിച്ച് കാണിക്കുന്നതിന് പകരം അവർ ചെയ്ത സൽക്കർമ്മങ്ങളോ എടുത്തു കാണിക്കാൻ ഒന്നും നിവൃത്തിയില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പം നമ്മളെ സഖാവുള്ളത്. കാരണം ഇപ്പോൾ ഏറ്റവും ഉദാഹരണത്തിന് കഴിഞ്ഞ 35 വർഷക്കാലം ഒരു പട്ടി പോലും കയറാത്ത സുഭാഷ് പാർക്ക് ഇന്ന് ചെന്ന് നോക്കിയാൽ ലോറൻസ് ചേട്ടനെ അറിയാൻ പറ്റും എന്താണ് ആ സ്ഥിതി വിശേഷം.
ആയിരക്കണക്കിന് ആളുകൾ ലോറൻസ് ചേട്ടൻ എനിക്ക് തോന്നുന്നു ലോറൻസ് ചേട്ടനും നടക്കാൻ പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു രാവിലെ ആയിരക്കണക്കിന് ആളുകൾ അനുദിനം അത് സുഭാഷ് പാർക്ക് ഉപയോഗിക്കുന്നുണ്ട്. എത്ര മനോഹരമായിട്ടായി പണിതിരിക്കുന്നത്. അതിന് ഈ മേയറേയും ഈ കഴിഞ്ഞ കോർപ്പറേഷൻ കൗൺസിലിനെ എത്ര കണ്ട് അഭിനന്ദിച്ചാലും മതിയാവുന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അത്രത്തോളം ഒരുപാട് കാര്യങ്ങൾ കൊതുകിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കഴിഞ്ഞ 5 വർഷം വളരെ സുതാര്യമായിട്ടാണ് ആ പ്രവൃത്തികളൊക്കെ ചെയ്തിട്ടുള്ളത്. ഒരു കൊതുകുകളും ഇപ്പൊ കൊച്ചിയിലില്ല പറ്റാത്ത അവസ്ഥയിൽ. അതുപോലെ തന്നെ സുതാര്യമായിട്ട് തന്നെയാണ് അവർ ആ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ഒരു സംശയമില്ല. ഒരു കൊതുക് പോലും ഇപ്പൊ കഴിക്കാനില്ല. പിന്നെ മാലിന്യത്തിന്റെ സഖാവ് പറഞ്ഞു മാലിന്യം ഇപ്പൊ എവിടെ ഉണ്ട്? ഈ നഗരത്തിൽ എവിടെയെങ്കിലും മാലിന്യം കാണാൻ കഴിയുന്നുണ്ടോ? അവസാനം കിട്ടിയ കച്ചിത്തുരുമ്പായ വൈപ്പിൻ ബോട്ട് ദുരന്തത്തിൽ മാത്രം ഇടതുമുന്നണി പിടിച്ചു തൂങ്ങുന്നതെന്നാണ് ജനങ്ങൾ തന്നെ ആരോപിക്കുന്നത്. കൊതുകെ ഞാൻ നല്ലോണം കൊതുകടി കൊണ്ട് കിടക്കുന്ന ആളാണ്. ഇത്ര കാശ് മുടക്കിയിട്ട് പിന്നെ നെറ്റ് ഒക്കെ അടുപ്പിച്ചു, വാവലിൻ്റെ അവിടെ അങ്ങനെ വാവലൊക്കെ ഫിറ്റ് ചെയ്ത്. അതുകൊണ്ടാണ് ഇപ്പോൾ കഴിഞ്ഞ 1 മാസമായിട്ട് സുഖമായിട്ട് കിടന്ന് തുടങ്ങുന്നത്. ആ മെറ്റ എത്ര കൊല്ലം വെച്ച് താമസിപ്പിച്ചെന്നറിയോ? ആരാ താമസിപ്പിച്ചത്? ഉമ്മൻചാണ്ടിയും കൂട്ടം കൂടിയാണ് താമസിപ്പിച്ചത്. എന്തിനു വേണ്ടി താമസിപ്പിച്ചു? ചില്ലറ. ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്താണ് തുടങ്ങിയത് മെട്രോ. അതിപ്പോ പറയണ്ട, പിന്നെ പറഞ്ഞോ. എന്താ പറഞ്ഞേ? ഉമ്മൻചാണ്ടിയുടെ ഇത് ഇത്രയും അതെ, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് തന്നെ താമസിപ്പിച്ചത്. നിവൃത്തിയില്ലാതെ വന്നിട്ടാണ് പിന്നെ അനുമതി കൊടുത്തത്. അല്ലെങ്കിൽ അത് സ്ഥാപിക്കുമായിരുന്നില്ല. അല്ല, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് തന്നെയാണല്ലോ ചെയ്തത്. അത് തന്നെ ഞാൻ പറഞ്ഞത് തന്നെയാണ്. ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് തടസ്സപ്പെടുത്തിയതും നീട്ടി കൊണ്ടുപോയതും ചെലവ് വർദ്ധിപ്പിച്ചതും. ആയിരക്കണക്കിന് കോടി രൂപയുടെ 5 വർഷം അവിടെ ചുമരിക്ക് ആയിരക്കണക്കിന് കോടി രൂപയുടെ നഷ്ടം ഉണ്ടാക്കി തീർത്തു. അതിൻ്റെ കോസ്റ്റ് ഇവിടെ ഞങ്ങൾ ഉയർന്നു. നീട്ടി കൊണ്ടുപോയി. സൗകര്യം കിട്ടേണ്ടത് കിട്ടാതെ പോയി വർഷങ്ങളായിട്ട്. അതെല്ലാം ചെയ്തത് ഉമ്മൻചാണ്ടി തന്നെയാണ്. പിന്നെ അതിന് സാങ്ഷൻ കൊടുത്തത് അദ്ദേഹത്തിൻ്റെ കാലത്താണ്. എന്തുകൊണ്ട്? നിവൃത്തിയില്ല വന്നപ്പോൾ സാങ്ഷൻ കൊടുക്കേണ്ടി വന്നു. കോർപ്പറേഷനിൽ കള്ളനും പോലീസും കളിയാണ് നടക്കണമെന്ന് പറഞ്ഞല്ല. അപ്പം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, പിന്നെ ഈ സീറ്റ് വിഭജനം നടന്നപ്പോൾ ഞങ്ങളുടെ പിന്നെ തേവര തൊട്ട് പിന്നെ എറണാകുളത്തുള്ള മിക്ക സീറ്റുകളും ക്രിസ്ത്യൻ മെജോറിറ്റിക്കാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ അത് കോൺഗ്രസും BJPയും കൂടിയുള്ള ഒത്തുകളിയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അല്ല, അതിപ്പോൾ കേരളം കഴിഞ്ഞ കുറേ ദിവസമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ VM സുധീരനും കോടിയേരി ബാലകൃഷ്ണനും മത്സരിക്കുകയാണ് ഞങ്ങളുടെ നെഞ്ചത്ത് കയറാൻ. ഇപ്പോൾ കേരളത്തിലെ പൊതുസമൂഹത്തിന് അസലായിട്ട് അറിയാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഞങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള അജ്ഞതയുള്ളതുകൊണ്ടാണ് എനിക്ക് തോന്നിയത് ഈ കൊച്ചിൻ കോർപ്പറേഷനെ സംബന്ധിച്ച് ഞങ്ങളൊരു സമഗ്രമായ വികസനമാണ് ലക്ഷ്യം വെക്കുന്നത്. ഞാനിതിൽ കണ്ടുള്ളൊരു പ്രധാന പ്രത്യേകത, നിർഭാഗ്യവശാൽ ആരെയും കുറ്റപ്പെടുന്നതല്ല, അതിന് കാര്യപ്രാപ്തിയുള്ള ആളുകൾ കൊച്ചിൻ കോർപ്പറേഷനകത്തില്ല. ഇപ്പോൾ ചെറിയ ബാലിശമായ കാര്യങ്ങളല്ലേ സംസാരിക്കണം. ഈ കെട്ടിടം പണിതു, ഞാൻ ചോദിക്കട്ടെ, ഇതൊന്നും പണിതില്ല, പിന്നെ ഇവരെന്തിനാ അവിടെ പോണേ? SNDP BJP ബന്ധം തന്നെയാണ് ഈ അടുത്ത കാലത്ത് കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്തിട്ടുള്ള വിഷയം. ഇവർ 2 മുന്നണികളും, ഇടതു മുന്നണിയും വലതു മുന്നണിയും ഒരേപോലെ തന്നെ അതിനെ എതിർക്കുകയും ചെയ്യുന്നു. സത്യത്തിൽ BJPക്ക് ഒരു തലവേദനയായി മാറിയിട്ടില്ല ഈ SNDPയുമായി കൂട്ടുചേർന്ന് വെള്ളാപ്പള്ളിയെ പ്രതിരോധിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് BJPയുടെ നേതാക്കന്മാർക്ക് എത്തിപ്പെടേണ്ട ഒരു സാഹചര്യം സംസ്ഥാനത്ത് ഉണ്ടായില്ലേ? അല്ല, കേരളത്തിലെ അധസ്ഥിത ജനവിഭാഗത്തിൻ്റെ പ്രതിനിധി എന്ന നിലയ്ക്ക്, പ്രത്യേകിച്ചൊരു നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധി നിലയ്ക്ക് ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തുന്നു. ഭാരതീയ ജനതാ പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷനുമായി അദ്ദേഹം ചർച്ച നടത്തുന്നു. തിരിച്ചു വരുമ്പോൾ നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിൽ എന്താ കാണുന്നത്? കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനും ഒരുമിച്ച്. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ദൃശ്യമാധ്യമങ്ങൾ കാണുമ്പോൾ ബഹുമാനായ ശാശികാനന്ദ സ്വാമികൾ മരിച്ചത് മിനിങ്ങാന്നാണെന്ന് ഞാൻ വിചാരിച്ചത്. എൻ്റെ പെട്ടെന്ന് തോന്നൽ, കാരണം മിനിങ്ങാന്ന് ആലുവ ശിവരാത്രി മണപ്പുറം കാണിക്കുന്നു, അദ്ദേഹത്തെ കാണിക്കുന്നു. ഇവർ 2 പേരും മാറി ഭരിച്ചപ്പോൾ ഇപ്പോൾ രമേശ് ചെന്നിത്തല കേരളത്തിലെ ആഭ്യന്തരമന്ത്രി, ഇതിനു മുമ്പ് കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി, അച്യുതാനന്ദൻ, നയനാർ, ആന്റണി, ഉമ്മൻചാണ്ടി, എല്ലാവരും മുഖ്യമന്ത്രിമാർ. എന്തുകൊണ്ട് വെള്ളാപ്പള്ളി നടേശനെതിരായിട്ടുള്ള ആക്ഷേപം, അല്ലെങ്കിൽ ഇവന് ഒരു മിനിറ്റ് ഞാനൊന്ന് പറഞ്ഞിട്ട് പോട്ടെ, ഈ ആരോപണത്തെ സംബന്ധിച്ച് എന്തെങ്കിലും സത്യമുണ്ടോ? സത്യമുണ്ട് എങ്കിൽ ഇവരാദ്യമേ നടപടിയെടുക്കണ്ടേ? ഇതെന്താ തമ്പുരാൻ മേടിച്ച തിരുമൽ കാഴ്ച, പാവപ്പെട്ട മേടിച്ച കൈക്കൂലി. ഞങ്ങളും ഇവിടെ കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ആദ്യം അയിത്തമായിരുന്നു. ഇപ്പോൾ രാഷ്ട്രീയ അയിത്തമാണ്. ഇവർ പ്രഖ്യാപിച്ചിട്ടുള്ള രാഷ്ട്രീയ അയിത്തമാണ്. ഞങ്ങളുമായി ആരെങ്കിലും സംസാരിച്ചാൽ അവർ പ്രതി, ഞങ്ങളുമായി ആരെങ്കിലും കൂട്ടുകൂടി കഴിഞ്ഞാൽ അവർ ഏറ്റവും രാജ്യത്തെ മോശക്കാർ. ഇത് മുഴുവൻ കണ്ടുപിടിക്കപ്പെടുന്ന സാഹചര്യം നോക്കണ്ടേ? മാധ്യമ വിചാരണ നടക്കുന്നു. നിങ്ങൾ മാധ്യമങ്ങളും അതിനൊരു പ്രതിയാണ് ഞാൻ നോക്കിയിട്ട്. മാധ്യമ വിചാരണ നടക്കുന്നു. നരേന്ദ്രമോദിയുമായി അമിത്ഷായുമായി വെള്ളാപ്പള്ളി നടേശൻ ചർച്ച നടത്തിയാൽ വെള്ളാപ്പള്ളി നടേശൻ കുറ്റക്കാരൻ. ചങ്കൂറ്റമുണ്ടെങ്കിൽ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കണ്ടേ? ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതിന് പകരം ഈ VM സുധീരനും കോടിയേരി ബാലകൃഷ്ണനും പിണറായി വിജയനും തമ്മിലുള്ള രാഷ്ട്രീയ കൂട്ടുകെട്ട് BJP എന്തുകൊണ്ട് മടിക്കുന്നു? SNDPയുമായി കൂട്ടുകെട്ടുണ്ടെന്ന് തുറന്നു പറയാൻ എന്തുകൊണ്ട് BJP മടിക്കുന്നു? SNDP എന്ന് പറയുന്ന ഒരു നവോത്ഥാന പ്രസ്ഥാനമാണ്, രാഷ്ട്രീയ പാർട്ടിയല്ല.
രാഷ്ട്രീയ പാർട്ടിയും രാഷ്ട്രീയ പാർട്ടികളും തമ്മിലാണ് ചേരുക. ബഹുമാനനായ വെള്ളാപ്പള്ളി നടേശൻ നരേന്ദ്രമോദിയെ കണ്ടതിന് ശേഷം പറഞ്ഞത് കേരളത്തിലെ അധസ്ഥിത ജനവിഭാഗത്തിന് വേണ്ടി രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കുമെന്ന് പറയുമ്പോഴേക്കും തന്നെ കേരളത്തിൽ ഇവരെന്താണ് ഈ പടപ്പുറപ്പാട് നടത്തുന്നത്? പാർട്ടി ഉണ്ടാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞു വെള്ളാപ്പള്ളി. അതെ, വെള്ളാപ്പള്ളി പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇതൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകണമല്ലോ. രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലാണ് സാധാരണഗതി. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും പള്ളി സംഘടനയുമായിട്ട് കോൺഗ്രസ് സഖ്യമുണ്ടോ? ചർച്ച ചെയ്യപ്പെടേണ്ടതല്ലേ? സഖ്യമുണ്ടെന്ന് ഞങ്ങൾ ആരും ആക്ഷേപം ഉന്നയിക്കുന്നില്ല. ആരെങ്കിലുമായി ചർച്ച നടത്തി ആക്ഷേപം ഉന്നയിക്കോ? ഇത് ഈ ആടിനെ പട്ടിയാക്കുന്ന ഇടപാടല്ലേ? അങ്ങനെ ഒരു പാർട്ടി രൂപീകരിച്ചാൽ അത് ബിജെപിയും ആ മൂന്നാം ചേരിയിൽ ഉണ്ടാകുമെന്ന് ഞാൻ ചോദിക്കുന്നത്, കേരള രാഷ്ട്രീയത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസിനുമെതിരായി കൂടാവുന്ന എല്ലാവരുമായി കൂട്ടുചേർന്ന് കേരളത്തിൽ ഒരു മാറ്റം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ഞങ്ങൾ ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാനൊന്നും ആഗ്രഹിച്ചുള്ള പാർട്ടി. വെള്ളാപ്പള്ളി നടേശനെതിരെ അഴിമതി ആരോപണങ്ങൾ ബിജെപി വി എസ് അച്യുതാനന്ദന്റെ മകനെതിരായി ആക്ഷേപം ഉന്നയിച്ച പിണറായി വിജയനല്ലേ? ഞങ്ങളല്ലല്ലോ. ഏറ്റവും വലിയ കാട്ടുകളനിൽ അച്യുതാനന്ദന്റെ മകൻ. നിങ്ങൾ എന്താ അതിനെക്കുറിച്ച് ചർച്ച നടത്താതെ? ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ ഏറ്റവും വലിയ ലാവലിൻ അഴിമതി കേസിൽ ഏറ്റവും വലിയ കൊടികള്ളനല്ലേ പിണറായി വിജയൻ? വെള്ളാപ്പള്ളി നടേശനെതിരായി ഏത് കോടതി ആക്ഷേപം ഉന്നയിച്ചു? നിരവധി തെളിവുകൾ. താങ്കൾ തെളിവുകൊണ്ട? താങ്കളൊരു പത്രം ഞാൻ ചോദിക്കുന്നത്, പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മകൻ തന്നെ അഴിമതിക്കാരനാ. ഇവിടെ നടന്നിട്ടുള്ള എല്ലാ അഴിമതി ഇടപാടുകളിലും പ്രധാനപ്പെട്ട കണ്ണി എന്ന് പിണറായി വിഭാഗം പരസ്യമായി വെള്ളാപ്പള്ളിയുടെ അഴിമതിയെ കുറിച്ചാണ്. വെള്ളാപ്പള്ളി താങ്കൾ തെളിവ് കൊണ്ടുവരണം. ഞാൻ ചോദിക്കുന്നത്, വി എസ് അച്യുതാനന്ദൻ എന്ത് തെളിവ് കൊണ്ടുവന്നു? ഞാൻ ഈ ലോകം മുഴുവൻ കാണുന്ന ദൃശ്യമാധ്യമങ്ങളോട് പറയുകയാണ്, വെല്ലുവിളിക്കുകയാണ്. മൈക്രോ ഫൈനാൻസുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി നടേശനെതിരായി ആക്ഷേപമുണ്ടെങ്കിൽ പുറത്തു കൊണ്ടുവരണം. 1. 2, ഈ ലോറൻസിന്റെ പാർട്ടി ദേശാഭിമാനി എന്ന് പറയുന്ന പത്രം ഇവിടുത്തെ സാന്റിയോഗോ മാർട്ടിൽ നിന്ന് പണം വാങ്ങി. ഇവർ തന്നെ ഉന്നയിച്ച ആക്ഷേപമല്ലേ? ഈ കരിമ്പട്ടികയിൽ പെടുത്തണമെന്ന് പിണറായി അച്യുതാനന്ദൻ പറഞ്ഞ ആളുകളുമായി ഇവർ ഒത്തുതീർപ്പുണ്ടാക്കി. അത് ഞങ്ങൾ പറഞ്ഞതാ. ഇവർ തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി സ്ഥാപനങ്ങളുണ്ട്. ആ വാട്ടർ തീം പാർക്ക് പണം എവിടെ നിന്ന് കിട്ടി അറിയാൻ താല്പര്യമുണ്ട്. കൈരളിയിൽ ആരൊക്കെ നിക്ഷേപിച്ചിട്ടുണ്ട് അറിയാൻ താല്പര്യമുണ്ട്. SN ട്രസ്റ്റിൽ ആരൊക്കെ നിക്ഷേപിച്ചിട്ടുണ്ടെന്ന് അറിയാൻ താല്പര്യമുണ്ട്. IB ഈഡൻ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിന്റെ മറുപടി നൽകേണ്ടിയിരിക്കുന്നു. കാരണം ശാശ്വതി ആനന്ദയുടെ മരണം ഇപ്പോൾ സംഭവിച്ചല്ല, 2002 സംഭവിച്ചതാണ്. എന്തുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ BJPയുമായി കൂട്ടുകൂടിയപ്പോൾ ഇത് വലിയ വിവാദമാകുന്നു? തുടരന്വേഷണ സാധ്യതകളെ കുറിച്ച് നിങ്ങൾ പരിശോധിക്കുന്നു. പ്രധാനപ്പെട്ട മന്ത്രിസഭയിലെ അംഗങ്ങൾക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച ഒരു വ്യക്തിയാണ് ശാശ്വതികാനന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വെളിപ്പെടുത്തൽ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിന് അതിൻ്റെ പിന്നിൽ യാതൊരു ഗൂഢലക്ഷ്യവുമില്ല എന്നുള്ളത് കൃത്യമായി ഞങ്ങൾക്ക് പറയാൻ സാധിക്കും. ഗവൺമെൻറ്റിന് ഗൂഢലക്ഷ്യമില്ല എന്ന് പറയാൻ സാധിക്കും. കാരണം ബിജു രമേശ് ഞങ്ങളുടെ ആരുടെ ആളല്ല. എന്നെ വേദനിപ്പിക്കുന്ന വിഷമിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, BJP എന്ന് പറയുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിച്ച് ഐഡിയോളജിക്കൽ ഇൻക്ലിനേഷൻ ഉണ്ടാക്കി അതിൽ പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് പ്രവർത്തകർ ഇന്ന് കേരളത്തിലുണ്ട്. ശ്രീ AN രാധാകൃഷ്ണനെ പോലെ ഒരാളെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിയെങ്കിൽ ഞങ്ങൾക്കെല്ലാം സന്തോഷം ഉണ്ടായിരുന്നാണ്. പക്ഷേ BJPയിൽ ഒരാളില്ല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തി കാണിക്കാൻ. ശ്രീ വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരാളെ കെട്ടിയിറക്കേണ്ട സാഹചര്യം BJPയെ പോലെ ഒരു പാർട്ടിക്ക് ഉണ്ടായത് അത്യന്തം ദയനീയം തന്നെയാണ്. പിന്നെ അവർക്ക് ഏത് പാർട്ടിയുമായി, ഏത് മുന്നണിയുമായി, ഏത് ജാതി സംഘടനയുമായി സമവാക്യം ഉണ്ടാക്കാൻ, ധാരണ ഉണ്ടാക്കാനുള്ള അവകാശം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള രീതിയിലുണ്ട്. പക്ഷേ കേരളത്തിൽ ഇന്ന് അപകടകരമായി കാണുന്ന, ഇന്ത്യയിൽ മുഴുവൻ ഉണ്ടാവുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പോലും രാഷ്ട്രീയം കലർത്താൻ ശ്രമിക്കുന്ന ഏറ്റവും അപകടകരമായ ഒരു ഫാസിസ്റ്റ് പ്രവണത കടന്നു വരുന്നു. അത് കേരളത്തിൻ്റെ മണ്ണിലേക്ക് കടന്നു വരാതിരിക്കാൻ കേരളത്തിലെ പൊതുസമൂഹത്തിൽ, കേരളത്തിലെ ജനാധിപത്യ വിശ്വാസത്തിൽ വിശ്വസിക്കുന്ന പാർട്ടികളെല്ലാം ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. അതാണ് ഞങ്ങളുടെ അഭിപ്രായം. അത് VM സുധീരൻ മാത്രമേ കൃത്യമായ ഒരു മറുപടി ആ വിഷയത്തിൽ പറഞ്ഞു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് കമ്മിറ്റിയുടെ പ്രസിഡന്റ്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിന്റെ നയം പറഞ്ഞിട്ടുണ്ട്. ശാശ്വതികാനന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു, പുതിയ തെളിവുകൾ വന്നാൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണ ഏജൻസിക്ക് അത് കൈമാറും. പുതിയ തെളിവുകൾ വന്നാൽ അത് കൃത്യമായി ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രിയും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ലൈൻ വളരെ ക്ലിയർ ആണ് ഈ കാര്യം. ഹൈബ്, ഒരു ചോദ്യം കൂടി. ഈ SNDP RSS ബന്ധം വന്നപ്പോൾ കൃത്യമായ നിലപാട് അതിൽ സ്വീകരിച്ചത്, കൃത്യമായ വിമർശനങ്ങൾ ഉന്നയിച്ചത് KPCCയുടെ അധ്യക്ഷനായ VM സുധീരൻ തന്നെയാണ്. അത് സമ്മതിക്കുന്നു. എന്നാൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പല സമയങ്ങളിൽ ഇതിൽ മൗനം പാലിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം CPMന്റെ പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ പറഞ്ഞത് SNDP RSS BJP ബന്ധത്തിന് പിന്നിൽ ഉമ്മൻചാണ്ടിയാണ്, ഉമ്മൻചാണ്ടി ഈ പാർട്ടിയുടെ ഗോഡ് ഫാദർ ഉമ്മൻചാണ്ടിയാണ് എന്നാണ്. ഉമ്മൻചാണ്ടി എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു ശക്തമായ നിലപാട് സ്വീകരിക്കും?
സ്വീകരിക്കുന്നില്ല. കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഒരിക്കലും BJPയും RSSുമായി ഞങ്ങൾ സഖ്യമുണ്ടാക്കിയിട്ടില്ല. ആ സഖ്യമുണ്ടാക്കിയത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ ഏത് പ്രസ്ഥാനമാണെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാവും. പിന്നെ ഓരോരുത്തർക്കും ഓരോ ശൈലിയാണ്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ശൈലിയല്ല ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയുടെ ശൈലി, അതല്ല KPCCയുടെ അധ്യക്ഷൻ ശ്രീ VM സുധീരൻ്റെ ശൈലി. അപ്പോൾ അവരവരുടെ ശൈലികളിൽ അവരവർ പ്രതികരിക്കും. ഇവർക്കൊരു സ്ഥാനാർത്ഥികളുണ്ട്. ഇവരുടെ സ്ഥാനാർത്ഥി ആരാ? സമൂഹത്തിൽ പറയാൻ കൊള്ളാവുന്നവരാരും ഈ കാരായ രാജനും ഗുണ്ടകളും കൊലപാതകികളും സാമൂഹ്യ ദ്രോഹികളുമല്ലേ ഇവരെ അല്ല ഒരു മിനിറ്റ് ഇവരെ നയിക്കുന്നത്. ചില കേസിൽ തെറ്റായ വിധത്തിൽ അടിസ്ഥാനമില്ലാതെ പ്രതിയാക്കപ്പെട്ടവരാണ് കാരായിമാർ, വേറെ ആരുമല്ല. അത് നല്ല ബോധ്യം അവിടുത്തെ പാർട്ടിക്ക് ഇടതുകൊണ്ടാണ് നല്ല ബോധ്യം ഇടതുകൊണ്ടാണ് അവർ സ്ഥാനാർത്ഥിയാക്കിയത്. ജനങ്ങൾ വിധി എഴുതട്ടെ, ജനങ്ങൾ വിധി എഴുതും. അല്ല, അവർ ശരിക്കും ഈ കൊലപാതകളൊന്നും അല്ല, ആ കേസിൽ പ്രതികളുമല്ല, പ്രതിയാക്കിയതാണ്. ഐസ്ക്രീം കേസിൽ ഐസ്ക്രീം കുറച്ച് വാങ്ങി കഴിക്കുക. അല്ല, ഇന്ന് വരെ ഒരു കോടതി കുഞ്ഞാലിക്കുട്ടിയെ പിന്നെ ശിക്ഷിക്കുകയോ അല്ലെങ്കിൽ ഒരു FIR പോലും ഇട്ടിട്ടില്ല. അങ്ങനെ അത്രയും കാലം പീഡിപ്പിച്ച ആ കുടുംബത്തിന് ഇത്രയും കാലം പീഡിപ്പിച്ച CPM പരസ്യമായിട്ട് മാപ്പ് പറയാൻ തയ്യാറാവണം. മനസ്സില്ല, മനസ്സില്ലേ? കാരായിമാരെ ഈ സ്ഥാനാർത്ഥികളാക്കിയതിൽ തെറ്റ് തന്നെയാണ് പരസ്യമായിട്ട് പറയുന്നത്. അതെ, അതിക്കട്ടെ, സ്ഥാനാർത്ഥിയാക്കിയതിൽ ഒരു തെറ്റുമില്ല. ഞാൻ പറഞ്ഞല്ലോ, രണ്ട് ന്യായവും പറയും. ഓരോ വസ്തുതയുടെയും നിജസ്ഥിതി ഒന്ന് പറയട്ടെ, ഓരോ വസ്തുതയുടെയും നിജസ്ഥിതി മനസ്സിലാക്കിക്കൊണ്ടുള്ള നിലപാടുകൾ സ്വീകരിക്കും. നിങ്ങൾ കാലാകാലങ്ങളായി വോട്ടുകൾ മറച്ചു വെക്കുന്നു എന്നുള്ള ധാരണ ദേശീയ നേതൃത്വത്തിലുള്ളത് കൊണ്ടാണല്ലോ നിങ്ങളെ വിശ്വാസമില്ലാതെ അതായത് നരേന്ദ്രമോദി കടക്കം നിങ്ങൾ ദേശീയ അധ്യക്ഷനടക്കം ഇവിടുത്തെ നേതൃത്വത്തിന് വിശ്വാസമില്ല. കാരണം കാലാകാലങ്ങളിൽ വോട്ട് മറച്ചു വിറ്റ് കാശിന് വേണ്ടി പിന്നെ വിറ്റ് ജീവിക്കുന്ന ആളുകളായത് BJP എന്നുള്ളത് കൊണ്ടാണ് പറ്റിയൊരു നേതൃത്വത്തെ SNDPയിൽ നിന്നും മുമ്പിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയത് കോൺഗ്രസ് പാർട്ടിക്കെതിരായിട്ടാണ്. അങ്ങനെ കോൺഗ്രസ് പാർട്ടിക്കെതിരായി വാദോരാതെ പ്രസംഗിച്ച് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരൻ MP ആയി ഡൽഹി പോയി. ആ സമയത്ത് കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെ തന്നെ വിലയ്ക്ക് വാങ്ങിയ പാർട്ടിയാണ് കോൺഗ്രസ്. അങ്ങനെ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും സോണിയാഗാന്ധിയുടെ വീട്ടിൽ അത്താഴ വിരുന്ന് നടത്തി രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും ഷാപ്പാടടിച്ച് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് കൂട്ടുകെട്ട് കെട്ടിയ ഈ അധമ കൂട്ടുകെട്ട് ഞങ്ങൾക്കെതിരായി സംസാരിക്കാൻ നിങ്ങൾക്ക് എന്താ അവകാശം? അവിടെ ആ മരിച്ചുപോയ ആളുടെ മകള് പറയുന്ന ഒരു വാക്കുണ്ട്, എന്റെ ഫ്രിഡ്ജിലിരിക്കുന്ന മാംസം മാട്ടിറച്ചി അല്ല എങ്കിൽ എന്റെ പിതാവിനെ തിരിച്ചറിയാൻ സാധിക്കുമോ എന്ന് ആ കുട്ടി ചോദിക്കുന്നുണ്ട്. ഇതിനാര് മറുപടി പറയും? ഇന്ത്യയിലെ ഭരണകൂടം മറുപടി പറയോ? ഒരു കാര്യം നമ്മുടെ ഇന്ത്യ എന്ന രാജ്യമായിട്ടാണ് സംസാരിക്കുന്നത്. UP എന്ന് പറയുന്ന സംസ്ഥാനത്ത് ഭരിക്കുന്ന പാർട്ടി മുലയം സിംഗ് യാദവിന്റെ പാർട്ടിയാണ്. അവിടുത്തെ ഒരു സംസ്ഥാന സർക്കാർ നിലവിലുണ്ട്. അവിടെ ആ സംസ്ഥാനത്തൊരു സംഭവം നടക്കുമ്പോൾ കേരളത്തിൽ മുഴുവൻ ഇവർ ഈ കേരളത്തിൽ 1000 ഇതാണ് വിപ്ലവം, ബീഫ് കച്ചവടമാണ് വിപ്ലവം. ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളുടെയൊക്കെ വീടുകളിൽ വളർത്തുന്ന പശുവിനെ ഇപ്പോൾ അകത്ത് ഇടണം, കാരണം ഈ കമ്മ്യൂണിസ്റ്റുകാരൻ തട്ടിക്കൊണ്ടുപോയി അവിടെ ബീഫ് മേള നടത്തും. കേരളത്തിൽ തന്നെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളായ ലാലി വിൻസെന്റ് അതുപോലെ തന്നെ പത്മജ വേണുഗോപാൽ രണ്ടുപേരും കൊച്ചി കോർപ്പറേഷൻ മത്സരിക്കാൻ താല്പര്യമുണ്ടെന്ന് പരസ്യമായി തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു. കഴിഞ്ഞ ദിവസം തൃശൂർ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സീറ്റിന് വേണ്ടി ഷർട്ട് ഊരിയിട്ട് റോഡിക്കോടി നടക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി. യുവാക്കളെയും അതുപോലെ തന്നെ മുതിർന്ന നേതാക്കളെയും അവഗണിച്ചുകൊണ്ട് ആർക്കാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വം കൊടുക്കുന്നത്? ശ്രീമതി ലാലി വിൻസെന്റും ശ്രീമതി പത്മജ വേണുഗോപാലും പറഞ്ഞത് അവർ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ മുതിർന്ന നേതാക്കന്മാരാണ്. അവർ പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും എന്നുള്ള നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നത്, നിങ്ങൾ മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് പാർട്ടി പറഞ്ഞാൽ ഞങ്ങൾ മത്സരിക്കുമെന്നാണ്. പാർട്ടി നേതൃത്വം അവരോട് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവർ മത്സരിക്കാതിരിക്കുന്നത്. യുവാക്കൾക്ക് അർഹമായ പ്രാതിനിധ്യം വേണമെന്ന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർദ്ദേശമാണ്. അതിൽ പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അത് യുവാക്കളുടെ പ്രാതിനിധ്യത്തിന് വേണ്ടിയിട്ടാണ്. CPM നേതാക്കന്മാർ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രാതിനിധ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊടുത്തിട്ടുണ്ട്. അത് തെളിയിക്കാൻ ഞാൻ ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉൾപ്പെടെ നിരവധി വിഷയങ്ങൾ കൊച്ചി കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ നമുക്ക് ഉന്നയിക്കാനും കഴിഞ്ഞു. എന്തായാലും നന്ദി.